ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സെപ്റ്റംബർ 21 ഞായറാഴ്ച, സ്ലീബ പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായർ. ഇന്ന് വിശുദ്ധ ഏവൻഗേലിയൻ മേശയിൽ നാം വായിച്ച് കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ മർക്കോസ് ഏവൻഗേലിയോസ്തായുടെ സുവിശേഷം 13-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വേദഭാഗം ആണ്. സ്ലീബ പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ആയ ഇന്ന് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളും കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ സമയവും അറിയാത്തതിനാൽ ഉണർന്നിരിപ്പീൻ എന്ന ആഹ്വാനവുമാണ് ഏവൻഗേലിയോനിൽ നാം ശ്രവിച്ചത്. വിശുദ്ധ സ്ലീബ പെരുന്നാളിന് നമ്മൾ കേട്ട ഏവൻഗേലിയോൻ ഭാഗമെന്ന് പറയുന്നത് ലൂക്കോസ് ഏവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 21-ാം അധ്യായം 5 മുതൽ 28 വരെയുള്ള ഭാഗമാണ്. ഇതിൽ പറഞ്ഞത് ലോകാവസാനത്തെ സംബന്ധിച്ചും അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ ലക്ഷണങ്ങളെ പരാമർശിച്ചുമുള്ള വാക്യങ്ങളാണ്. ഇത് ഇന്ന് നാം വായിച്ചു കേട്ടത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയം അറിയായികയാൽ ഉണർന്ന് ഇരിപ്പീൻ എന്നുള്ള ആഹ്വാനമാണ് നാം ഓരോരുത്തരും കേട്ടത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. മർക്കോസ് 13-31. യെശയ്യാ പ്രവചനത്തിൻ്റെ ആവർത്തനമാണ് ഇവിടെ കാണുന്നത്. ആകാശം പുക പോലെ പോയിപ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും. യെശയ്യാ 51:6. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. യെശയ്യാ 40:8. കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ സമയത്തെക്കുറിച്ച് അറിയായിക കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. മർക്കോസ് 13:32-33. മിന്നൽ കിഴക്ക് നിന്നും പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 24-ാം അധ്യായം 27-ാം വാക്യം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും സംഭവിക്കും. നോഹ പെട്ടകത്തിൽ കിടക്കുന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് അവരെ നശിപ്പിച്ചു കളഞ്ഞു. ലൂക്കോസ് 17:26 മുതൽ 30 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാകും. സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ചിട്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് കരുതുന്നവരോട് യേശു പറയുന്നു, മൂടാ, ഈ രാത്രിയിൽ നിന്റെ ജീവൻ നിന്റെ രക്ഷിതാവ് തിരികെ എടുത്തു കഴിഞ്ഞാൽ നീ കരുതി വെച്ചത് ആർക്കാകും എന്ന്. ലൂക്കോസ് ഏവൻഗേലിയോസ്തായുടെ സുവിശേഷം 12-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള ഭാഗത്ത് ഇത് പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ലൂക്കോസ് ഏവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള ഭാഗത്ത് ഇത് പറയുന്നു. നമ്മുടെ കടമ എന്നത് ജാഗ്രതയോടും പ്രാർത്ഥനയോടും കൂടി കാത്തിരിക്കുക എന്നതാണ്. അലക്സാന്ദ്രിയയിലെ പാത്രിക്കീസായ മോർ അത്താനാസിയോസ് പറയുന്നത്, അന്ത്യദിനം കൃത്യമായി അറിയുന്നവൻ ഈ ഇടക്കാലത്തെ അവഗണിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനെപ്പറ്റി അറിയാത്തവൻ എല്ലാ ദിവസവും തയ്യാറായിട്ട് ഇരിക്കുമെന്നാണ്. നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. ആയതിനാൽ ഉണർന്നിരിപ്പീൻ എന്നാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 36 മുതൽ 37 വരെയുള്ള ഭാഗം പറയുന്നത്. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സിൽ സിംഹാസനത്തിൽ ഇരുന്ന് ന്യായവിധി നടത്തും. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 25:32 പ്രകാരം പറയുന്നു. അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വ്രതന്മാരെ 4 ദിക്കുകളിൽ നിന്നും കൂട്ടിച്ചേർക്കും. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 24:31, മർക്കോസ് 13:27. 4 ദിക്കുകൾ എന്നത് ലോകം മുഴുവനും എന്ന് അർത്ഥമാക്കുന്നു. ആയതിനാൽ നിർമ്മലമായും ഉണർന്നും പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം. ഈ വേദഭാഗത്തു നിന്നും നാം മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളാണ്. കർത്താവിൻ്റെ വരവിനായി നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനായി സദാകാലവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അലസത ഉപേക്ഷിച്ച് എപ്പോഴും ഉണർവുള്ളവരായിരിക്കാൻ കരുതിക്കൊള്ളണം.
നാം ഈ 3 കാര്യങ്ങൾ എപ്പോഴും ശിരസ വഹിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. കർത്താവിൻ്റെ വരവിൽ അവനോടൊപ്പം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് തരുവാൻ തക്കവണ്ണം നമുക്ക് ബാക്കിയുള്ള ജീവിതം ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഹാപ്പി സൺഡേ. നന്ദി, നമസ്കാരം.